ഹായ്, എല്ലാവരും വരൂ. എൻ്റെ ബന്ദിത്തോട്ടത്തിലേക്കാവട്ടെ ഇന്നത്തെ യാത്ര. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ബന്ദിച്ചെടി എന്നല്ലേ പറയുന്നത്? എൻ്റെ ചെറിയ പ്രായം മുതൽ എൻ്റെ വീട്ടിൽ ധാരാളമായി ഞാൻ വെച്ച് പിടിപ്പിച്ചിരുന്നൊരു ചെടിയാണ് നമ്മുടെ ഈ ബന്ദിച്ചെടി. പക്ഷേ അന്ന് ഒരു 1/2 മീറ്ററിൽ ഹൈറ്റിലേക്ക് പോയിട്ട് ഇത്രയൊന്നും തട്ടുകളൊന്നുമില്ല, അതൊരു നോർമൽ തട്ടിലൊക്കെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ചെടിയായിരുന്നു. പക്ഷേ ഇന്ന് ഇതിപ്പോൾ ഞാൻ ഇസ്രായേലിലാണ്. ഞാൻ ഇസ്രായേലിൽ നിന്നെടുത്ത എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ വീഡിയോസ് ക്ലിപ്പാണ് കാണിച്ചു തരുന്നത്. എനിക്കൊരു ചെറിയ പച്ചക്കറി തോട്ടമുണ്ട്. അതിൻ്റെ സൈഡുകളിലൊക്കെയായി ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബന്ദിച്ചെടിയുണ്ട്, പിന്നെ നമ്മുടെ ജമന്തി ചെടിയുണ്ട്, പിന്നെ നമ്മുടെ കുന്തമുനയൻ ചെടി, അതായത് നക്ഷത്രപ്പൂക്കളുണ്ട്, നമ്മുടെ വാഴച്ചെടി, അങ്ങനെ കുറച്ച് ചെടികളുണ്ട്. സൂര്യകാന്തി ഉണ്ടായിരുന്നു, അതിൻ്റെ പൂക്കളുടെ സീസണൊക്കെ കഴിഞ്ഞു പോയി. നമ്മുടെ പച്ചക്കറിക്ക് ഉള്ളിലൊക്കെ തന്നെയാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല. പക്ഷേ നമ്മളിങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് വളങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടി നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ പാത്തിയൊക്കെ എടുത്ത് നമ്മൾ ചെയ്യാറില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ പാത്തിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ഈ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് പച്ചക്കറികളും ഉണ്ട് കേട്ടോ. അപ്പോൾ പതിവില്ലാതെ ഇപ്പം നല്ല ചൂട് തുടങ്ങിയപ്പോൾ ഈ ചെടികളിലൊക്കെ പൂക്കൾ വരാൻ തുടങ്ങിയപ്പോൾ ഡാർക്ക് ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച്, മഞ്ഞ കളർ, ഇത് മൂന്നുമായിരുന്നു നമ്മൾ വിത്ത് പാകിയിരുന്നത്. നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്ന ഹൈബ്രിഡ് ഇനമാണ് കേട്ടോ. ഒരടിയിൽ താഴെയുള്ളൂ പ്ലാന്റുകൾ. നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതുപോലെ നല്ല ഒരു വലിപ്പത്തിലുള്ള പൂക്കളുമാണ്. വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഗാർഡനെ നല്ല കളർഫുള്ളാക്കി ഇവരിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ ഒരിക്കലും ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രത്തോളം പൂക്കൾ എൻ്റെ ബന്ദിച്ചെടിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, ഇതെന്താ ഇവിടെ വന്നപ്പോഴും ഗാർഡൻ പരിപാടി ഉണ്ടോ എന്ന്. നാട്ടിലും നമ്മുടെ കൊച്ചു കൊച്ചു കലാപരിപാടികളിൽ ഒക്കെയുള്ള നമ്പർ 1 കലാപരിപാടി ഗാർഡൻ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടും കിട്ടുന്ന പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുക, അത് കിട്ടുന്ന സമയങ്ങളിൽ ഒരു എൻജോയ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ ഒന്ന് മനസ്സ് സന്തോഷമാകുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഇതിലൂടെയൊക്കെയാണ് കേട്ടോ. പിന്നെ വളരെ മനോഹരമായി തന്നെ ഇവരൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര മനസ്സിനൊരു കുളിരാണ്. നാട്ടിലെത്തപ്പെട്ടൊരു പ്രതീതി, അതായത് ഓണം എത്തിയതുപോലത്തെ ഒരു ആനന്ദം. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ പൂപ്പ് അങ്ങോട്ട് തുടങ്ങിയ ഓണം സമയമൊക്കെ അങ്ങോട്ട് ആയി വരുമ്പോഴത്തേനും നിറഞ്ഞ് കുട്ടികളൊക്കെ ഓടി വന്ന് അത്തപ്പൂവിനൊക്കെ ഇടാൻ വേണ്ടി പിച്ചിക്കൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ഇന്നത്തെ മനോഹരമായ കാഴ്ച ഇത്രയൊക്കെയാണ് കേട്ടോ. എൻ്റെ ഗാർഡനും എൻ്റെ വീഡിയോസും ഒക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിലെ കൊച്ചു കൊച്ചു കാഴ്ചകളും കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം.